ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കീഴടങ്ങലും അതായത് അതിനെ തുടർന്നുള്ള അറസ്റ്റുകളെ കുറിച്ചുമൊക്കെ നമ്മുടെ മുന്നണി പോരാളിയായ അയ്യൂബ് ഖാൻ പറയുന്നത്, ഇതിനെക്കുറിച്ച് നിങ്ങൾ അധികം വേവലാതിപ്പെടേണ്ട. ചിലപ്പോൾ ഇവർ ഹാജരാവും, ചിലപ്പോൾ ഇവർ ഹാജരാവില്ല. ഇതൊക്കെ നമ്മൾ കൊടുത്ത കേസുകളാണ്. അപ്പോൾ അതിൽ നമുക്കാണ് ഹാജരാവണോ ഹാജരാവാതിരിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മളെ കൊടുത്ത കേസിൽ നമുക്കെന്തും തീരുമാനിക്കാനുള്ള ഇതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കീഴടങ്ങി കഴിഞ്ഞാൽ അത് നമ്മൾ തോറ്റുപോയി എന്നോ കീഴടങ്ങിയില്ലെങ്കിൽ നമ്മൾ ജയിച്ചു പോയെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മളെക്കുറിച്ച് പരമപ്രധാനമായിട്ടുള്ള കേസ് എന്ന് പറയുന്നത് നമ്മൾ വാദിക്കാനില്ലാതെ നീട്ടി കൊണ്ടുപോകുന്ന, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചക്ക് നീട്ടി വെക്കുന്ന ബഡ്സ് കേസാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കേസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട എന്നുള്ള കാര്യമാണ്. മുൻകൂർ ജാമ്യമാണ് ഇവൻ എടുക്കുന്നത്. അപ്പോൾ ഇന്നെന്തായാലും അറസ്റ്റ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ആദ്യഘട്ട ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കും. ചോദ്യം ചെയ്തതിന് ശേഷം അതിലുള്ള കാര്യങ്ങൾ നാളെ കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം കോടതിയുടെ ഉത്തരവുണ്ടാവും. ഇവർ മുൻകൂർ ജാമ്യം ലഭിക്കാൻ അർഹരല്ലെന്നും കൊടും കുറ്റവാളികളാണെന്നും സാമ്പത്തിക കുറ്റം മാത്രം ചെയ്ത് ജീവിച്ചു പോകുന്ന ആൾക്കാരെ പറ്റിക്കുന്ന ആൾക്കാരാണെന്നുമുള്ള വിധിപ്രസ്താവം നാളെ ഉണ്ടാവും. അതുകൊണ്ട് നിയമത്തിൻ്റെ യാതൊരു പരിരക്ഷയ്ക്കും ഇവർ അർഹരല്ല എന്നുള്ള വിധിന്യായം നാളെ എറണാകുളം ജില്ലാ കോടതിയിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഈ കമ്പനി ദൈവസ്പർശമുള്ള കമ്പനിയാണ്, ആമസോണിനെയും ഫ്ലിപ്കാർട്ടിനെയും പോലെയുള്ള കമ്പനിയാണ്, നമുക്ക് എല്ലാ രേഖകളുണ്ട്, മണി ചേഞ്ച് ചെയ്യാൻ എല്ലാ രേഖകളുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പണി നോക്കുക. എന്നാൽ നിങ്ങളുടെ കുടുംബം പട്ടിണിയാവാതിരിക്കും എന്നാണ് പറയാനുള്ളത്. ബൈ.